ഫിഷിംഗ് പവറിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ എന്താ വെച്ച് കഴിഞ്ഞാല് PVC പൈപ്പ് ഉപയോഗിച്ചിട്ട് 2 തരം PVC പൈപ്പ് ഉപയോഗിച്ചിട്ട് ഫിഷിങ്ങിന്റെ റോഡ് ഹോൾഡർ ഉണ്ടാക്കുന്ന വീഡിയോ ആണ്. ആ റോഡ് ഹോൾഡർ വെച്ചിട്ട് നമുക്ക് വെള്ളത്തിൽ ഇറങ്ങി നിന്ന് ഫിഷിങ് ചെയ്യുന്ന സമയത്ത് വരാലും മറ്റുള്ള മീനുകളൊക്കെ കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ മീനിനെ പിടിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ 2 കൈ ഉപയോഗിക്കണം. അപ്പൊ നമ്മുടെ റോഡ് നമുക്ക് ഒരു ബുദ്ധിമുട്ടായി തീരുന്ന സമയത്ത് നമുക്ക് റോഡ് ഈ അരയിൽ ഫിറ്റ് ചെയ്തിട്ടുള്ള ഈ ഹോൾഡറിൽ നമുക്ക് വെച്ച് നമുക്ക് മീനെ എടുത്ത് ഹുക്കൊക്കെ റിലീസ് ചെയ്തിട്ട് അടുത്ത കാസ്റ്റിങ്ങിലേക്ക് പെട്ടെന്ന് തന്നെ പോകാൻ പറ്റും. അപ്പൊ നമ്മൾ ആ PVC പൈപ്പ് കൊണ്ട് റോഡ് ഹോൾഡർ ഉണ്ടാക്കുന്ന വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. 1.5 PVC പൈപ്പാണ് നമ്മൾ ഇതിന് ഉപയോഗിക്കുന്നത് കേട്ടോ. 10 ഇഞ്ച് നീളത്തിലാണ് നമുക്കിത് കട്ട് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ആദ്യം നമുക്ക് ഈ പീസ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി ഇതില് 3 ഇഞ്ച് മുക്കാ ഭാഗം കട്ട് ചെയ്ത് നിർത്തണം. ഫുള്ളായിട്ട് കട്ട് ചെയ്യരുത്. 1 ഇഞ്ച് ബാക്കി നിർത്തിയിട്ട് ബാക്കിയുള്ള ഫുള്ള് സ്ഥലം കട്ട് ചെയ്ത് മാറ്റണം. അപ്പൊ നമ്മളിത് 3 ഇഞ്ച് നീളത്തില് ഇവിടെ കട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ 1 ഇഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ടാണ് നമ്മൾ കട്ട് ചെയ്തുള്ളത്. ബാക്കിയുള്ള ഫുള്ള് സ്ഥലം കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഈ കട്ട് ചെയ്തതിന്റെ സെന്റർ കൂടി കട്ട് ചെയ്ത് എടുക്കണം. ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ഭാഗമാണ് കട്ട് ചെയ്യാത്തത് കേട്ടോ. ഇപ്പൊ നമ്മളിത് ഇവിടെ കട്ട് ചെയ്തിട്ടുണ്ട്. പരത്തി എടുക്കണം. അപ്പൊ നമുക്ക് ചൂടാക്കാം. ആദ്യം ഗ്യാസ് അടുപ്പില് ഒന്ന് കത്തിച്ച് ചൂടാക്കി എടുക്കണം. ഇനി ഇത് ഇങ്ങനെ നോക്കിയാ നേരെ പിടിച്ച് ഇതിന്റെ മുകളിലൊരു വെയിറ്റ് വെക്കണം. ഈ വെയിറ്റ് ഇതില് അമർത്തി പിടിക്കുക. ഒരു ചെറിയ സ്ലാബിന്റെ കഷ്ണമാണ്. ഒരു 10 മിനിറ്റ് അമർത്തി പിടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കട്ട് ചെയ്ത ഭാഗം കറക്റ്റ് പരന്ന് കിട്ടും. ഉണ്ടോ? കറക്റ്റായിട്ട് പരന്ന് കിട്ടി. 6 ഇഞ്ചിന്റെ PVC പൈപ്പാണ്. ഉണ്ടോ? അത് നമ്മളൊരു കഷ്ണം മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതും നമുക്ക് ചൂടാക്കിയിട്ട് നിവർത്തിയെടുക്കണം. അപ്പൊ നമുക്ക് ഈ 6 ഇഞ്ചിന്റെ PVC പൈപ്പ് ചൂടാക്കി എടുക്കണം. ചൂടാക്കുമ്പോ എല്ലാ ഭാഗവും ഒരുമിച്ച് ചൂടാൻ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ പരന്ന് കിട്ടില്ല. ഇനി ഇതാ സ്ലാബ് വെച്ചിട്ട് നമുക്ക് ഇത് കൂടി പരത്തിയെടുക്കണം. അപ്പൊ അത് നമ്മള് ഈ PVC പൈപ്പ് ഇതാ പരത്തിയെടുത്തിട്ടുണ്ട്. കണ്ടോ? അപ്പൊ നമ്മളിത് മുന്നേ ഉണ്ടാക്കി വെച്ചിട്ടുള്ള റോഡ് ഹോൾഡറിന്റെ ഈ ഒരു അളവ് നമ്മള് ആണ് ഇതിലേക്ക് പകർത്താൻ പോകുന്നത്. അളവ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം, ലാസ്റ്റ് പറഞ്ഞുതരാം.
ഇതിൻ്റെ അളവ് കറക്റ്റ് ഒരു ടൈൽസിൻ്റെ മുകളിൽ വെച്ചിട്ട് അളവ് ഫുള്ളായിട്ട് എങ്ങനെ ഇവിടുന്ന് ഇങ്ങോട്ടുള്ള നീളം, പിന്നെ ഇവിടുന്ന് ഇങ്ങോട്ടുള്ള നീളം, പിന്നെ താഴത്തേക്കുള്ള നീളം, അതൊക്കെ ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞുതരാം. അത് നമ്മളിത് വെച്ചിട്ട് വരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതാ, അപ്പൊ ഇതിന്റെ അളവ് നമുക്ക് കിട്ടി. ഇത് നമ്മൾ ഒരു കറക്റ്റ് ടൈൽസാന്ന് വിചാരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ടൈൽസിന്റെ ഈ എൻഡിൽ നിന്ന് ഇങ്ങോട്ട് 1 ഇഞ്ച്, പിന്നെ ഈ മുകളിൽ നിന്ന് ഈ താഴോട്ട് വരെയുള്ള നീളം 3 ഇഞ്ച്, പിന്നെ ഇവിടെ നിന്ന് താഴോട്ടുള്ള ചെരിവ് 5 ഇഞ്ച്, പിന്നെ ഇത് ബെൽറ്റ് ഇടാനുള്ള ഹോളാണ്, ഇതും ബെൽറ്റ് ഇടാനുള്ള ഹോളാണ്. 1.5 ഇഞ്ച് വീതം, 1.5 ഇഞ്ച് 1.5 ഇഞ്ച്. ഇവിടുന്ന് ഇങ്ങോട്ടുള്ള നീളം ഇവിടുന്ന് ഇങ്ങോട്ടുള്ള നീളം സെയിം ആണ്, 3 ഇഞ്ച്. ഇവിടുന്ന് ഇങ്ങോട്ടുള്ള നീളം 6 ഇഞ്ച്. അടിഭാഗത്തിൻ്റെ വീതി 2.25 ഇഞ്ച്. 4.25 ഇഞ്ചാണ് ഏറ്റവും ടോപ്പിലത്തെ നീളം. 4.25 ഇഞ്ച് ഇവിടുന്ന് ഇങ്ങോട്ടുള്ള നീളം. അപ്പൊ നമുക്കിനി ഇത് കട്ട് ചെയ്തെടുക്കാം. ഒരു സൈഡ് കട്ട് ചെയ്തിട്ടുണ്ട്, ഇനി ഇവിടെയും കൂടെയും കട്ട് ചെയ്തെടുക്കണം. അപ്പൊ നമ്മൾ ഫുള്ളായിട്ട് ഇതിന്റെ അളവ് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഉണ്ടോ, 2 ഐറ്റം സെറ്റ് ചെയ്തിട്ടുണ്ട്. 1.5 ഇഞ്ചിന്റെ പൈപ്പും 6 ഇഞ്ചിന്റെ പൈപ്പും. ഇനി ഈ ഒരു പീസ് ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ട് ഇതിലേക്ക് കറക്റ്റ് സൂട്ടബിൾ ആക്കി വെക്കണം. ഈ അളവിന്റെ ഉള്ളിലേക്ക് കറക്റ്റ് ആയിട്ട് വെക്കണം. അതോട്ടുള്ള ഈ വീതിയുടെ സെൻട്രൽ കൂടെയാണ് ഈ പൈപ്പ് വരിക. ഉണ്ടോ, ഇങ്ങനെ ഈ പൈപ്പ് ചെരിഞ്ഞിരിക്കണം. നമ്മൾ ഇതിന്റെ ടോപ്പ് കറക്റ്റാണ്, അരയിൽ വരുന്ന ഈ ഭാഗം കറക്റ്റാണ്, പക്ഷെ ഇങ്ങോട്ടുള്ള അളവ് ചെരിവാണ്. എന്താ വെച്ച് കഴിഞ്ഞാല് നമ്മള് അരയിൽ വെക്കുമ്പോൾ ഈ ഹോൾഡർ ഇങ്ങനെ ചെരിഞ്ഞ് നിൽക്കണം. ചെരിഞ്ഞ് നിൽക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിൽ ചെരിവ് വരുത്തണം. കറക്റ്റ് സെൻറ്ററിൽ ആക്കി ഇങ്ങനെ നേരെ കുത്തനെ വെക്കരുത്, ഒരല്പം ഇങ്ങനെ ചെരിച്ച് വെക്കണം. അപ്പൊ നമ്മളിതാ ഈ ബെൽറ്റ് ഇടാനുള്ള ഹോൾ ഒഴിവാക്കിയിട്ട് നമ്മൾ അളവ് ഇങ്ങനെ ചെരിവാക്കി കാണണം. ഉണ്ടോ, എന്നിട്ട് ഇതാ ഈ ഭാഗം കട്ട് ചെയ്തെടുക്കണം. ഈ ഭാഗം 3.25 ഇഞ്ച്, ടോപ്പ് പീസ് 3 ഇഞ്ച്, ഈ പീസ് 2.5 ഇഞ്ച്. ഈ ഒരു പീസ് എന്നിട്ട് നമുക്ക് കട്ട് ചെയ്ത് കളയണം. നമ്മളിതാ ഇതിന്റെ അളവ് പീസ് കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതാ ഈ പീസ് നേരെ ഈ ഹോൾ ഒഴിവാക്കിയിട്ട് ഇങ്ങനെയാണ് വരേണ്ടത്. ഉണ്ടോ, ഈ പൈപ്പിന് നേരെ ഓപ്പോസിറ്റ് ഇവിടെ ഒരു കട്ടിങ് കൊടുക്കാണ്ട് നമുക്ക് വളച്ചിട്ട് ഇതിന്റെ മുകളിലേക്ക് വെക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പൊ ഈ പരന്ന ഭാഗത്തിന്റെ നേരെ താഴോട്ട് നമുക്കിവിടെ ഒരു കട്ടിങ് കൊടുക്കാണ്ട്. ഇതാ 2 ഇഞ്ച് നീളത്തിലാണ് നമുക്ക് കട്ടിങ് കൊടുക്കാനുള്ളത് കേട്ടോ.
ഇത് കറക്റ്റ് പൊസിഷനിൽ വെച്ചതിന് ശേഷം നമുക്ക് ഈ പൈപ്പ് ചൂടാക്കിയിട്ട് ഇങ്ങോട്ട് വളച്ചെടുക്കണം. അപ്പൊ നമുക്ക് നേരെ ചൂടാക്കാൻ പോകാം. ഇതിന്റെ അടിഭാഗത്തു നിന്ന് നമുക്ക് ഊരി പോരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്, ഇങ്ങോട്ട് പുറത്തേക്ക് തള്ളാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇത് മടക്കിയിട്ട് കഴിഞ്ഞാൽ ലോക്കാവും. അപ്പൊ നമുക്ക് ഈ പീസ് വളച്ചെടുക്കണം. അപ്പൊ അതിനൊന്ന് ചൂടാക്കണം. ഈ ഭാഗം ഈ പൊസിഷനിൽ ഇങ്ങനെ വെച്ചിട്ട് ഈ ഭാഗം ഇങ്ങോട്ട് വളച്ചെടുക്കണം. ഉണ്ടാ ഇപ്പൊ നമ്മൾ ഈ പീസ് ഇതവിടെ കട്ട് ചെയ്ത ഭാഗം നേരെ മുകളിലേക്ക് മടക്കി വെച്ചിട്ടുണ്ട്. ഇനി ഈ ഭാഗം നമുക്ക് സൂപ്പർ ഗ്ലൂ വെച്ച് ഒട്ടിക്കണം. അതിന് മുന്നേ ഈ ബെൽറ്റ് ഇടാനുള്ള ഹോള് നമുക്ക് ചൂടാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇതൊരു കമ്പി നമ്മള് ചൂടാക്കാൻ പോകും. ഉണ്ടാവും ബെൽറ്റ് ഹോള് സെറ്റായത്. ഇനി നമുക്ക് ഇപ്പുറത്തും ഹോള് സെറ്റാക്കണം. ഇപ്പൊ നമ്മള് കമ്പി ചൂടാക്കിയിട്ട് അടുത്ത ഹോൾ ഇടാൻ പോകണ്ട. അപ്പൊ നമുക്കിത് രണ്ട് ഹോള് കറക്റ്റ് ആയിട്ട് സെറ്റ് ആയിട്ട് ഇതിന്റെ ഉള്ളിൽ കൂടെ നമ്മൾ ബെൽറ്റ് ഇടുക. അപ്പൊ പിന്നെ നമ്മളത് ഇതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആടി കളിക്കുന്നില്ല, കറക്റ്റ് പൊസിഷനിൽ നമുക്ക് ഇരിക്കും. അപ്പൊ നമ്മളിത് ഇതിന്റെ മുകളിൽ 1.5 ഇഞ്ചിന്റെ PVC പൈപ്പ് ഒട്ടിക്കാൻ പോവാണ്. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ആദ്യം ഈ ബാക്കിലത്തെ പീസ് ഇതിലിങ്ങനെ കയറ്റി വെക്കണം. ഉണ്ടോ? അപ്പൊ നമ്മളത് അതിനു വേണ്ടി ഉപയോഗിക്കുന്നത് ഫെവിക്വിക്ക് ആണ്. ഇതാ കറക്റ്റ് പൊസിഷനിൽ വെച്ചിട്ട് ഇവിടെ മാർക്ക് ചെയ്തിട്ട് നമ്മളിതില് ഫെവിക്വിക്ക് വെക്കാൻ പോവാം. നമുക്ക് ഈ ഒരു അളവില് നമ്മൾ ഇവിടെ അളവ് വെച്ചിട്ട് നേരെ ബാക്ക് സൈഡിലാണ് ഇട്ടത്. ഈ ബെൽറ്റ് ഇടാതെ ഹോൾ ഒഴിവാക്കിയിട്ട് വേണം നമ്മളത് കറക്റ്റ് പൊസിഷനിൽ ഇവിടെ ചേർത്ത് ഒട്ടിക്കാനായിട്ട്. ഈ ഭാഗത്ത് നമ്മൾ സൂപ്പർ ഗ്ലൂ വെച്ചിട്ടുണ്ട്. ഫെവിക്വിക്കാണ് വെച്ചേക്കുന്നത്.
പശ തേച്ച് വെയിലത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മളിത് പശ വെച്ച് ഒട്ടിച്ചിട്ടുള്ള ഭാഗമൊക്കെ സ്ട്രോങ് ആയിട്ട് ഒട്ടിയിട്ടുണ്ട് ഉണ്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ബെൽറ്റ് കോർക്കുന്നത് ഞാൻ കാണിച്ചു തരാം. ഇതാ ഈ ബാക്ക് സൈഡിൽ കൂടെ വേണം ബെൽറ്റ് എടുക്കാനായിട്ട്. എന്നിട്ട് ഇതാ ഇപ്പുറത്ത് കൂടെ കൊണ്ടുവരും. എന്നിട്ട് ഇതാ നമ്മൾ അരയില് ഈ ബെൽറ്റ് കെട്ടുകയാണ് ചെയ്യുക. റോഡ് ഹോൾഡർ ഇതാ ഇവിടെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഉണ്ടോ, റോഡ് ഹോൾഡർ സെറ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ട്. ഇനി ഇതിൽ നമുക്ക് ഫിഷിംഗ് റോഡ് ഇട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പൊ നമ്മളിത് മീനൊക്കെ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ റോഡ് നമുക്ക് കയ്യിൽ വെക്കാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് നമ്മളിതാ ഈ റോഡ് ഹോൾഡറിന്റെ ഉള്ളിൽ ഇടുക ചെയ്യുക. മീൻ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ സ്റ്റിക്ക് നേരെ റോഡ് ഹോൾഡറിലേക്ക് ഇടുക. എന്നിട്ട് നമുക്ക് വളരെ സിമ്പിളായിട്ട് ഇതാ ഇങ്ങനെ പിടിച്ചിട്ട് 2 കൈ ഉപയോഗിച്ചിട്ട് മീനിന്റെ വായുടെ ഉള്ളിൽ നിന്ന് ഹുക്ക് റിമൂവ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ അടുത്ത കാസ്റ്റിങ്ങിലേക്ക് നമുക്ക് പോകാൻ പറ്റുന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഗുണം. അതുപോലെ റോഡ് വെള്ളത്തിൽ വീഴുന്ന പേടിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ധൈര്യമായിട്ട് വെള്ളത്തിൽ ഇറങ്ങി നിന്നിട്ട് മീനെ റിലീസ് ചെയ്തിട്ട് നമുക്ക് അടുത്ത കാസ്റ്റിങ്ങിലേക്ക് പെട്ടെന്ന് തന്നെ പോകാൻ പറ്റും. ഉണ്ടോ, അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.